ഹായ്, ഇന്നത്തെ ഫെങ്ഷുയി വീഡിയോ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഇൻലോസ് തമ്മിലുള്ള പ്രശ്നം, എസ്പെഷ്യലി മദർ ഇൻ ലോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോസ് തമ്മിലുള്ള ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ചെറിയ ചെറിയ ഈഗോ ക്ലാഷസിൽ തുടങ്ങി ഇപ്പോൾ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീട്ടിലേക്ക് പോയിട്ടോ എന്നുള്ളത് അങ്ങനെയുള്ള വറീസിനെ കുറിച്ച് പറയുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അതാ ഇൻലോസ് തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല അതുകൊണ്ടുണ്ടാവുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലും ഇതുപോലെ ഈ പ്രശ്നത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നതിനും ഈ കാരണം കൊണ്ട് ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടിൽ പോകാതിരിക്കലും അങ്ങനെയൊക്കെയുള്ള പല കോംപ്ലിക്കേഷൻസിലേക്കും ഇത് ലീഡ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫെങ്ഷുയിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് എങ്ങനെ ചെറിയ സിമ്പിൾ സൊല്യൂഷൻസിലൂടെ അല്ലെങ്കിൽ ടിപ്സിലൂടെ ഈ ഇൻലോസ് തമ്മിൽ നിങ്ങളും ഇൻലോസും തമ്മിൽ വളരെ ഹാർമോണിയസ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഈഗോ ക്ലാഷസ് ഒന്നും ഇല്ലാതെ വളരെ ലവിങ്ങും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. എപ്പോഴും ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്നത് ടാവോയിസ്റ്റ് ഫെങ്ഷുയി ടെക്നിക്സ് ആണ്. അപ്പോൾ ഇന്ന് മെൻഷൻ ചെയ്യുന്നതും അങ്ങനെയുള്ള ചില ടിപ്സ് ആണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കറിയാം സൗത്ത് വെസ്റ്റ്, ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനെ, എസ്പെഷ്യലി മാട്രിയാർക്ക്, മദറിനെ, എൽഡർലി വിമനെ ഒക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഇതിൻ്റെ റെമഡീസ് ചെയ്യാനായിട്ട്. ഏറ്റവും ആദ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കത്തിച്ചിടുക എന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു കോർണർ ലാമ്പ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ്ങിങ് ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കത്തിച്ചിടാം. അത് ഒന്നാമത്തെ കാര്യം. ഒരു 3 മണിക്കൂറെങ്കിലും ദിവസത്തിൽ ഓൺ ചെയ്തിടാം. അതിനോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ മദർ ഇൻ ലോയുടെ കൂടെ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോസിൻ്റെ കൂടെ ആരുമായിട്ടാണോ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്ന, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിപ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാക്കുക. എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ കുറച്ച് വലുതാക്കി അവിടെ ഫ്രെയിം ചെയ്ത് ഹാങ് ചെയ്യാം. സൗത്ത് വെസ്റ്റിൽ, വീടിൻ്റെ സൗത്ത് വെസ്റ്റിലാകാം അല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിലാകാം. നമ്മളെപ്പോഴും കാണുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതുപോലെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എർത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ ക്രിസ്റ്റലിൻ്റെ ഐറ്റംസ് വയ്ക്കുന്നതും നല്ലതാണ്. ക്രിസ്റ്റൽ ബോൾസ്, സ്മൂത്ത് ആയിട്ടുള്ള ക്രിസ്റ്റൽ ബോൾസ് സൗത്ത് വെസ്റ്റിൽ വയ്ക്കുമ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്രിക്ഷൻ പോവുകയും സ്മൂത്ത് ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു കാര്യം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഷോട്ട് റെമഡിയാണ് ആ ഭിത്തിക്ക്, സൗത്ത് വെസ്റ്റ് വാളിൻ്റെ ഏതെങ്കിലും ഒരു വാൾ, സൗത്ത് വാൾ അല്ലെങ്കിൽ വെസ്റ്റ് വാളിന് അല്ലെങ്കിൽ ലിവിംഗ് റൂമിലെ ഏതെങ്കിലും ഒരു വാളിന് ഒരു റെഡ് കളർ പെയിൻറ്റ് അടിക്കുക എന്നുള്ളത്. ഒറ്റ അടിക്ക് അത് മദർ ഇൻ ലോ ഇൻലോസ് തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, വീട്ടിലുള്ള സിബ്ലിങ്സ്, കുട്ടികൾ തമ്മിലുള്ള കലഹം അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള കലഹം, ഇതിനൊക്കെ ചേർന്നിട്ടുള്ള ഒരു എല്ലാത്തിനും കൂടിയുള്ള ഒരു 1 ഷോട്ട് റെമഡിയാണ് റെഡ് കളർ പെയിൻറ്റ് ഒരു ഭിത്തിക്ക് കൊടുക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ആ സംഭവം മാറിക്കിട്ടും. അപ്പോൾ അത് ഒരു ഫുൾ ഭിത്തിക്ക് നമുക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഹാഫ് ദ ഏരിയ കൊടുത്തു നോക്കാം ആദ്യം തന്നെ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതല്ലെങ്കിൽ ഒരു റെഡ് വാൾ പേപ്പർ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ വൈഫ് അല്ലെങ്കിൽ അമ്മ നിങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ എമത്തിസ്റ്റിൻ്റെ ക്രിസ്റ്റലും അതിനോടൊപ്പം തന്നെ റൂസ്റ്ററും വെക്കുകയാണെങ്കിലും ആൻറ്റി കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആംലെറ്റ് പോലെ അത് വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എമത്തിസ്റ്റ് എന്ന് പറയുമ്പം ഇതാണ് ഉദ്ദേശിക്കുന്നത്. എമത്തിസ്റ്റിൻ്റെ ഒരു ജിയോഡാണത്. അപ്പോൾ വയലറ്റ് കളറിലുള്ള ഒരു സ്റ്റോണാണ് എമത്തിസ്റ്റ് ജിയോഡ്. അതുപോലെ തന്നെ റൂസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, പൂവൻ കോഴിയുടെ ഇങ്ങനെയുള്ള സ്റ്റാച്യൂസ്, അതല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ മെറ്റലിൻ്റെ ആണ്. നിങ്ങൾക്ക് മറ്റേ ഇതിൻ്റെ വയ്ക്കാം, ഈ പോർസലിൻ, സെറാമിക്കിൻ്റെ റൂസ്റ്റർ സ്റ്റാച്യൂസ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചാലും ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള റൂസ്റ്റർ സ്റ്റാച്യൂവും എമത്തിസ്റ്റും കൂടെ ബെഡ് സൈഡ് ടേബിളിൽ വെക്കുമ്പോൾ എഗെയിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇൻറ്റിമസി കൂടാനും അല്ലെങ്കിൽ അവർ തമ്മിൽ കലഹങ്ങളൊന്നുമില്ലാതെ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇൻലോസ് ആയിട്ടുള്ള ക്ലാഷസിന് മാത്രമല്ല അത് ഹെൽപ്പ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, നോർത്ത് വെസ്റ്റിൽ ഈ വർഷം നോർത്ത് വെസ്റ്റിലാണ് നമ്പർ 3 വരുന്നത്, ക്വാറൽസം സ്റ്റാർ. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം ഗൃഹനാഥൻ്റെ, ഹസ്ബൻഡിൻ്റെ ഏരിയ ആണ്. അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ടെൻഷൻ കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പെട്ടെന്ന് ഷോർട്ട് ടെമ്പറായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പോവും. അങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ വരുന്ന ഫെബ്രുവരി ഒരു 17th വരെയാണ് ഈ ഒരു വർഷം ഫെങ്ഷുയിൽ പറയുക, ആ ഡ്യൂറേഷൻ. അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നോർത്ത് വെസ്റ്റ് ഏരിയയിലും നമ്മൾ എന്തെങ്കിലും ഒരു റെഡ് കളർ പെയിന്റ് ആ വാളിന് കൊടുത്താൽ, അല്ലെങ്കിൽ അവിടെ റെഡ് കളറുള്ള വലിയ എന്തെങ്കിലും പിക്ചേഴ്സ് അല്ലെങ്കിൽ സീനറീസ് ഒക്കെ അവിടെ ഹാങ് ചെയ്താലും പെട്ടെന്ന് ഇവരുടെ ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്, ആ ദേഷ്യം വരുന്ന പ്രകൃതം പെട്ടെന്ന് കുറേയും കൂടെ ഹാർമോണിയസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിലേഷൻ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വീട്ടിലെ പാട്രിയാർക്കിന് ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യാനും ഇൻലോസ് തമ്മിൽ സ്മൂത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഫെങ്ഷുയി ടിപ്സ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലെ പല ടിപ്സും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, വീട്ടിലുള്ളവർ തമ്മിൽ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിലുള്ള ഗൃഹനാഥയുടെ ടെൻഷൻ കുറയുന്നതിനും അവരും ബാക്കിയുള്ളവരും തമ്മിൽ നല്ല ഹാർമോണിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ്. താങ്ക് യു.